തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണങ്ങൾ തടയാൻ കേന്ദ്രീകൃത വെബ് പോർട്ടൽ വരുന്നു. കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ ഇനി സ്ത്രീകളുടെ പരാതികൾ അറിയിക്കാനും നിരീക്ഷിക്കാനും വളരെ വേഗം സാധിക്കും. ഷീ ബോക്സ് എന്നാണ് ഈ പോർട്ടലിന്റെ പേര്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പോർട്ടൽ വ്യാഴാഴ്ച മുതൽ പ്രവർത്തന സജ്ജമായി എന്നാണ് വിവരങ്ങൾ. രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലയിലെ തൊഴിലിടങ്ങളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ എന്നിവയുടെ സമഗ്ര വിവരങ്ങൾ പോർട്ടലിൽ ഉൾപ്പെടുത്തും. കൂടാതെ പരാതികൾ ഫയൽ ചെയ്യുന്നതിനും പരാതികളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും പോർട്ടലിൽ സൗകര്യമുണ്ടാകും. ഇന്റേണൽ കമ്മിറ്റികൾക്ക് ലഭിക്കുന്ന പരാതികളിൽ സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കുന്നതുൾപ്പെടെ പോർട്ടൽ പരിഗണിക്കുമെന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രാലയം അറിയിച്ചു. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുക, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക, തൊഴിൽ മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ നടപടികളിലേക്കുള്ള സുപ്രധാന ചുവട് എന്നായിരുന്നു പോർട്ടൽ പ്രകാശനം ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വ്യക്തമാക്കിയത്. പരാതിക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവരാതെ പരാതികൾക്ക് ഉചിതമായ പരിഹാരം കാണാൻ പോർട്ടൽ സഹായിക്കുമെന്ന പ്രതീക്ഷയും മന്ത്രി പങ്കുവച്ചു. കേരളത്തിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഷീ ബോക്സിന്റെ പ്രവർത്തനം എന്നതും ശ്രദ്ധേയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തൊഴിലിടങ്ങളിലെ പ്രശ്നമായാണ് മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളിൽ ഇതുവരെ 20-ലധികം പരാതികളാണ് സംസ്ഥാന പോലീസിന് ലഭിച്ചിട്ടുള്ളത്. സിനിമാ മേഖലയിലെ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ ആരോപണ വിധേയരായ ഈ പരാതികൾ പരിശോധിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെയാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. പോർട്ടൽ കഴിയുന്നത്ര ഇന്ററാക്റ്റീവ് ആക്കാനും WCD മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പോർട്ടൽ തുടർ നടപടികളുടെ ഒരു ലിസ്റ്റ് നൽകണം. അതുവഴി പരാതിയുടെ കൃത്യമായ അവസ്ഥ ജീവനക്കാരന് അറിയാൻ സാധിക്കും, അവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ 30.87 ലക്ഷം ജീവനക്കാരാണുള്ളത്. 2011 സെൻസസ് പ്രകാരം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ മൊത്തം സേനയുടെ 10.93% സ്ത്രീകളാണ്. തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ വനിതാ ജീവനക്കാർക്ക് പരാതികൾ നൽകാം. എന്നാൽ ഞങ്ങൾ സ്വകാര്യ മേഖലയും ഉൾപ്പെടുത്താനുള്ള വ്യാപ്തി വിപുലീകരിക്കാൻ പോകുന്നു. നമ്മുടെ ഓൺലൈൻ ഇന്റർഫേസിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇത് ചെയ്തു കഴിഞ്ഞാൽ സ്വകാര്യ കമ്പനികളിൽ നിന്നുള്ള ജീവനക്കാർക്കും പരാതികൾ സമർപ്പിക്കാൻ സാധിക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ വനിതാ ജീവനക്കാരിൽ നിന്ന് മന്ത്രിക്ക് പരാതികൾ ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ WCD മന്ത്രാലയം ലൈംഗിക പീഡന കേസുകൾക്കായി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മന്ത്രി നൽകിയ വിവരങ്ങളാണിത്. ആഭ്യന്തര പരാതി കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ ഇതിന് പുറത്താണ്. ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ കമ്മിറ്റികൾ ഇല്ലാത്തിടത്ത് ജോലി ചെയ്യുന്ന സ്ത്രീ ജീവനക്കാരോ അതിനായി ഒരാളോ ഉള്ളതോ അല്ല എങ്കിൽ തീർത്തും നിഷേധാത്മകമായ ആളുകൾ ഉള്ളവരോ ആണ്. അവർ പറഞ്ഞു. 10-ലധികം തൊഴിലാളികളുള്ള എല്ലാ ജോലിസ്ഥലങ്ങളിലും ലൈംഗിക അതിക്രമ പരാതികൾ സ്വീകരിക്കുന്നതിന് ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ലൈംഗിക പീഡന നിയമം അനുശാസിക്കുന്നുണ്ട്. എന്തായാലും ഇനിയെങ്കിലും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നുള്ളതും അത് അങ്ങനൊരു പ്രശ്നം അവർക്ക് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ഓപ്പണായി തുറന്നു പറയാനുള്ള ഒരു ധൈര്യം സ്ത്രീകൾക്ക് ഈ ഒരു പോർട്ടൽ ഷീ പോർട്ടൽ വരുന്നതിലൂടെ സാധിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.